കേരളത്തെ ഞെട്ടിച്ച ദുരന്തമേഖലകളിൽ സഹായമെത്തിച്ച് മുൻപും മാതൃകയായവരാണ് തൊടുപുഴ കേന്ദ്രമായി സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന ASK ഗ്രൂപ്പ്. തൊടുപുഴയിൽ നിന്നും പെരിങ്ങാശ്ശേരി, അമയപ്ര, ചെപ്പുകുളം മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന ASK ഗ്രൂപ്പിന്റെ 8 ബസ്സുകളുടെ 3 ദിവസത്തെ കളക്ഷനാണ് വയനാട്ടിലെ ദുരിതാശ്വാസത്തിനായി നൽകുന്നത്. ദിവസേന 8 ബസ്സുകളിൽ നിന്ന് 2,00,000-ഓളം രൂപയാണ് ഇന്ധനം ഉൾപ്പെടെയുള്ള ചെലവ് കിഴിച്ച് ലഭിച്ചിരുന്നത്. ബസ് ജീവനക്കാർ തങ്ങളുടെ വേതനം ഉപേക്ഷിച്ചാണ് യാത്രക്കാരിൽ നിന്ന് ധനസമാഹരണം നടത്തുന്നത്. നമ്മൾ കൊറോണ കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം പരിപാടികളെല്ലാം നമ്മൾ അന്നും സന്നദ്ധമായിട്ട് തന്നെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു 10-30 പണിക്കാരുണ്ട്. ആ 10-30 പണിക്കാരോട് കൂടിയാണ് നമ്മൾ ഈ 3 ദിവസത്തെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാനേജ്മെൻറ്റ് വേണ്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഈ 30 പണിക്കാരും ആരും ശമ്പളം ഇല്ലാണ്ട് തന്നെയാണ് നമ്മുടെ തൊഴിലാളികളെല്ലാം ഇതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ബസ് ജീവനക്കാർ കൊണ്ടുവരുന്ന ബക്കറ്റുകളിൽ യാത്രക്കാർക്ക് ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കാം. ഭക്ഷണത്തിനാവശ്യമുള്ള പണം പോലും ഇതിൽ നിന്നെടുക്കരുതെന്ന് ബസ് ഉടമകൾ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് നൽകാതെ ബക്കറ്റുമായി ജീവനക്കാർ യാത്രക്കാർക്കരികിലേക്കെത്തുമ്പോൾ യാത്രക്കാരും തങ്ങളാൽ കഴിയും വിധം ഈ ഉദ്യമത്തിൽ പങ്കുചേരുന്നുണ്ട്. ധനസമാഹരണത്തിനു പുറമെ ദുരിതമേഖലകളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവർ സമാഹരിക്കുന്നുണ്ട്. പ്രളയം കണ്ട് TV കൂടെ കണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പം മനസ്സിന് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളുണ്ടായി. അപ്പം തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടി ഒരു തീരുമാനം എടുത്തു. മീറ്റിംഗ് കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവരെ സഹായിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ഞങ്ങളുടെ സ്റ്റാഫുകളെല്ലാം വിളിച്ച് രാത്രി തന്നെ ഒരു മീറ്റിംഗ് വെച്ച് എല്ലാവരും അതിൻ്റെ അകത്ത് വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും എല്ലാവരും ഒരുമിച്ച് സഹകരിക്കാമെന്നും അവർക്ക് അവരുടെ ശമ്പളം പോലും വേണ്ടാന്ന് വെച്ച് എല്ലാത്തിനും അവർ സഹകരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് 7 വാഹനമാണ് ഇപ്പോൾ ഓടുന്നത്. തൊടുപുഴയിൽ നിന്ന് പെരിങ്ങാശ്ശേരി, തട്ടക്കുഴ, അമയപ്പുറം റൂട്ടുകളിൽ ഓടുന്ന 7 വാഹനത്തിൻ്റെയും കളക്ഷൻ ഈ ദുരിതം അനുഭവിക്കുന്ന ക്യാമ്പുകളിൽ അതിൻ്റെ അവർക്ക് വേണ്ടത് എന്താണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കളക്ട് ചെയ്യുന്ന തുകയും മറ്റ് സാധനങ്ങളും ദുരന്തബാധിത മേഖലകളിലേക്ക് എത്തിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുവാനാണ് പദ്ധതി. 2018 പ്രളയകാലത്തും ധനസമാഹരണം നടത്തി സഹായമെത്തിച്ചതിന് പുറമെ വീടുകൾ വൃത്തിയാക്കാൻ വാഹനങ്ങളും ജീവനക്കാരെയും ASK ഗ്രൂപ്പ് വിട്ടു നൽകിയിരുന്നു. കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിലും ദുരിതബാധിത മേഖലകളിൽ ഇവർ സഹായമെത്തിച്ചിരുന്നു. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.